തീർച്ചയായും ഷീജ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഞാനല്ല ഇത് ചെയ്തത്, ഒരു ബംഗാളിയാണ് എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പോലീസിന് മുമ്പിലുള്ള വെല്ലുവിളി ഒന്ന് ഇയാളെ കൊണ്ട് ഈ കുറ്റം സമ്മതിപ്പിക്കുക, മറ്റൊന്ന് തന്നെ ഈ ട്രെയിൻ കടന്നുപോയ ആ പ്രദേശം എന്ന് പറയുന്നത് ഒരു ജനവാസ മേഖലയൊന്നും ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നതും രണ്ട് ഒരു സംശയം തന്നെയാണ്. പക്ഷേങ്കിലും സാക്ഷിമൊഴികൾ ഒരു പ്രധാനപ്പെട്ട തെളിവും ഘടകവുമായി ഇയാൾക്കെതിരെ നിൽക്കുന്നത് ഒരു ആശ്വാസവുമാണ്. രണ്ട് പ്രധാനപ്പെട്ട വശങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഈ കേസിനുള്ളത്. തീർച്ചയായും മനു, ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് റെയിൽവേ പോലീസിൽ നിന്നും. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏതായാലും പ്രതിയുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ പ്രതി വെള്ളറടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂരിലേക്ക് പോയി എന്നാണ് ഇയാൾ പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഏറ്റുമാനൂരിൽ ബന്ധുവും സുഹൃത്തുമായ ഒരാളെ കണ്ടു ജോലി തേടുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രതി സ്ഥിര മദ്യപാനിയാണെന്നും പ്രശ്നക്കാരനാണെന്നും ഉള്ളൊരു സ്ഥിരീകരണവും ഇപ്പോൾ പോലീസ് വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതി തർക്കമുണ്ടായി, ട്രെയിനിൽ വെച്ച് തർക്കമുണ്ടായി. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ച കാര്യമാണ്. തർക്കമുണ്ടായി എന്നുള്ള കാര്യവും പ്രതി ഇപ്പോൾ റെയിൽവേ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തർക്കം ഈ പ്രതി സമ്മതിച്ചിരിക്കുന്നു. ട്രെയിനിന്റെ വാതിലിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതി സുരേഷ് കുമാർ പറയുന്നത്. ഇതിൽ പ്രകോപിതനായാണ് താൻ ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതി സമ്മതിച്ചതായിട്ടുള്ള സൂചനകൾ വരുന്നത്. ഏതായാലും ഇതിൽ അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് മനു ഈ ഒരു തരത്തിൽ തർക്കമുണ്ടായി എന്നുള്ളൊരു വിവരം ഇപ്പോൾ പ്രതി പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീജ, അങ്ങനെയാണെങ്കിൽ ഇയാൾ കോട്ടയത്ത് നിന്നായിരിക്കും ട്രെയിനിൽ കയറിയിട്ടുണ്ടാവുക. കാരണം കേരള എക്സ്പ്രസിന് ഏതായാലും ഏറ്റുമാനൂരിൽ സ്റ്റോപ്പില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കോട്ടയത്ത് നിന്നായിരിക്കാം ഇയാൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടാകുന്നല്ലേ? തീർച്ചയായും അതാണ് നമ്മൾക്ക് നേരത്തെ ലഭിച്ച വിവരമനുസരിച്ച് കോട്ടയത്തേക്ക് ഏറ്റുമാനൂരേക്കാണ് ഇയാൾ അപ്പോൾ പോയത്. അതിനുശേഷം ഏറ്റുമാനൂരിൽ നിന്നാണ് ഇയാൾ അതിനുശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. കോട്ടയത്ത് നിന്ന് ഇയാൾ ട്രെയിനിൽ കയറുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏതായാലും ലഭിക്കുന്ന വിവരമനുസരിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമാക്കാൻ സാധിക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ കൃത്യമായിട്ടുള്ളൊരു യാത്രാ വിവരമടക്കം സംസ്ഥാന പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രതിയുടെ പൂർണ്ണ വിവരങ്ങൾ. പ്രതി സ്ഥിരം മദ്യപാനിയാണ്, അതോടൊപ്പം തന്നെ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയുമാണ് ഈ പ്രതി എന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത പോലീസ് വരുത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു ജോലി തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഏറ്റുമാനൂരിലേക്ക് പോയത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയിൽ അന്വേഷണത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് മദ്യപിച്ച അവസ്ഥയിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരള എക്സ്പ്രസിലേക്ക് ഇയാൾ കയറിയിരിക്കുന്നത്, ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്.